പിന്നീട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ലഭ്യമാകുന്ന ഹൗദുൽ കൗസറും അവിടത്തേക്ക് കാണിച്ചു കൊടുത്തു. ഹശറിന്റെ വിഭ്രാന്തിയിൽ എല്ലാവരും വേപുതു കൊണ്ട് നിൽക്കുമ്പോൾ ഇത്തിരി ആശ്വാസത്തിന് വേണ്ടി വിശ്വാസികൾ തടിച്ചുകൂടുന്ന ഇടം ഹൗദുൽ കൗസർ. നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പിന്നെ ദാഹിക്കൂല എന്നാണ് ഹദീസിലുള്ളത്. പിന്നെ ദാഹിക്കില്ലെന്നാണ് ഹദീസിലുള്ളത്. പലരെയും കുറിച്ച് പറഞ്ഞു. ആത്മാർത്ഥതയില്ലാത്ത പ്രഭാഷകരെ കുറിച്ച് പറഞ്ഞു. എന്തൊക്കെയോ പറഞ്ഞു പോണ്. അതൊന്നും അവരുടെ ജീവിതത്തിൽ സ്വാധീനിക്കാറില്ല. ഗീബത്തും നമീമത്തും വിരുദ്ധമായി പ്രസംഗിക്കും. ചാൻസ് കിട്ടിയാൽ അവരത് ചെയ്തുകൊണ്ടിരിക്കും. തഹജ്ജുദിനെ കുറിച്ച് പരാമർശിക്കും. പക്ഷെ അവരത് നടത്തൂല. അങ്ങനെ സമൂഹത്തിനിടയിൽ പ്രശ്നം ഉണ്ടാക്കാൻ തന്റെ നാക്കും വചനസിദ്ധിയും ഉപയോഗപ്പെടുത്തുന്നവരെ കുറിച്ച് റസൂലുള്ളാഹി പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ലമ്മാ ഉരിജ ബി മർതു ബിഖൗമിൻ ലഹും മൾഫാറും മിൻ നുഹാസിൻ യഖ്മിഷൂന വജൂഹഹും വസുദൂറഹും. ചെമ്പിന്റെ നഖം കൊണ്ട് അവരുടെ ഹൃദയവും അവരുടെ മുഖവും ഇങ്ങനെ മാന്തി കുഴിയാക്കിക്കൊണ്ടിരിക്കുന്ന കുറെ ആളുകളെ ഞാൻ കണ്ടു. ഞാൻ ചോദിച്ചു, മൻ ഹൗലായ ജിബ്രീൽ, ആരാണിവർ? ഖാല ഹൗലായ അല്ലദീന യഅകുലൂന ലുഹൂമൻ നാസ്, ജനങ്ങളുടെ പച്ചമാംസം തിന്നുന്നവരാണ്, ഗീബത്ത് പറയുന്നവരാണ്. വയഖൂന ഫീ അറാദിഹിം, അവരുടെ ന്യൂനതകളൊക്കെ ഇങ്ങനെ നോക്കി കണക്കാക്കി അത് പ്രചരിപ്പിച്ച് നടക്കുന്ന ആളുകളാകുന്നു. ആവശ്യമുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കുക. മാംസം തിന്നുന്നവർ. പക്ഷേ ഖുർആനിൽ മറ്റ് പല തെറ്റുകളെയും പറഞ്ഞ രീതിയിലല്ല ഗീബത്തിനെ കുറിച്ച് പറഞ്ഞത്. സൂറത്തുൽ ഹുജറാത്തിന്റെ 12-ാമത്തെ വചനം ശ്രദ്ധിക്കുക. ആരെങ്കിലും സഹോദരന്റെ മാംസം തിന്നാൻ ആഗ്രഹിക്കുമോ എന്ന്. അത് വെറുപ്പാണെങ്കിൽ അതിലേറെ മാരകമാണ് ഗീബത്ത് എന്ന് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നു. അതാണ് റസൂലുള്ളാഹി പറയുന്നത്. അവരവരുടെ മുഖം മാന്തി പൊളിക്കുന്നു, അവരുടെ നെഞ്ചു മാന്തി പൊളിച്ചുകൊണ്ടിരിക്കുന്നു. അബൂദാവൂദ് റഹ്മഹുല്ലാഹ് റളിയല്ലാഹു അൻഹു ഈ ഹദീസ് റിവായത്ത് ചെയ്യുന്നുണ്ട്. അപ്രകാരം റഅഖ്വാമൻ തഖത്തഅൽ സിനതഹും വശഫാഹും, ഒരു വിഭാഗം ആളുകളെ കണ്ടു, അവരവരുടെ ചുണ്ട് പറിക്കുന്നു, നാക്ക് പറിച്ചെടുക്കുന്നു, മുറിച്ചെടുക്കുന്നു. മുറിച്ചെടുക്കാൻ ഉപയോഗിക്കുന്നത് നരകത്തിൽ നിന്നുള്ള കത്രികകളാണ്, ഉപകരണങ്ങളാണ്. ഫഖാല ലഹു ജിബ്രീൽ അലൈഹിസ്സലാം, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് റസൂൽ ചോദിച്ചു, ഇതാരാണ് ചുണ്ട് കത്തിരിക്കുന്നവർ, നാക്ക് കഷ്ണം കഷ്ണമായി മുറിച്ചെടുക്കുന്നവർ? മുറിച്ചെടുക്കുന്നു, ഇവരാരാണെന്ന് ഞാൻ ചോദിച്ചു. ജിബ്രീൽ അലൈഹിസ്സലാം മറുപടി പറഞ്ഞു. മൈക്ക് കിട്ടുമ്പോഴേക്ക് വായടുത്തം പറയുന്ന എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു മറുപടി. ഹൗലാഇ ഖുതബാ ഉമ്മത്തിക് മിൻ അഹ്ലി ദുനിയ, ദുനിയാവിന് വേണ്ടി വഅദ് പറഞ്ഞു നടക്കുന്ന അങ്ങയുടെ ഉമ്മത്തിങ്ങളിൽപ്പെട്ട പ്രഭാഷകരാകുന്നു. കാനൂ യഅ്മുറൂന അന്നാസ ബിൽ ബിർ, ജനങ്ങളോട് നന്മ കൽപ്പിക്കും. വയൻസൗന അൻഫുസഹും, അവരുടെ കാര്യം അവർ മറന്നു പോകും. ജനങ്ങളോട് നന്മ കൽപ്പിക്കും. വഹും യത്ലൂനൽ കിതാബ്, അവർ വഅദിന് കൊഴുപ്പ് കൂട്ടാൻ ഗ്രന്ഥം പാരായണം ചെയ്യും. പരിശുദ്ധ ഖുർആൻ ഉപയോഗപ്പെടുത്തും. ഹദീസുകൾ, പ്രവാചകരുടെ ചരിത്രങ്ങൾ എല്ലാം ഉപയോഗപ്പെടുത്തും. മനോഹരമായി ചരിത്രം പറഞ്ഞ് വഅദ് പറയും. അഫലാ യഅഖിലൂൻ, പക്ഷെ അതൊന്നും അവർ ചിന്തിക്കൂല, സ്വന്തം ജീവിതത്തിലേക്ക് കൊണ്ടുവരികയില്ല. ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസാണിത്. വേദി കെട്ടി മൈക്ക വെച്ച് തന്നെ അങ്ങനെ ആവണമെന്നില്ലെന്ന് ഓരോ ശ്രോതാവും ശ്രദ്ധിക്കുക. മക്കളെ വിളിച്ചിട്ട് ഇന്നൊക്കെ കാട്ടണമെന്ന് ഉപദേശിക്കും. മൊബൈൽ ഫോൺ കിട്ടിയാൽ നമ്മൾ അതിനപ്പുറം മാരകമായത് കാണും. ഭാര്യനോട് ഇങ്ങനെ ആവണമെന്ന് പറയും. തൻ്റെ കീഴിലുള്ള പണിക്കാരോട് ആത്മാർത്ഥത പുലർത്തണം എന്ന് പറയും. പടച്ച റബ്ബിനോട് ഒരിക്കലും നമ്മൾ ആത്മാർത്ഥത പുലർത്തില്ല. റബ്ബിനോട് നമ്മൾ എനിക്കെല്ലാം വിട്ടുപുറത്ത് മാപ്പാക്കി തരണേ എന്ന് പറയും. നമ്മുടെ കൂട്ടുകാരിൽ നിന്ന്, സഹോദരനിൽ നിന്ന്, മകനിൽ നിന്നുണ്ടായ എന്തെങ്കിലും ഒരു അപാകം അവന് വിട്ടുപൊറുക്കാൻ നമ്മൾ സന്നദ്ധരാവുകയേ ഇല്ല. പ്രഭാഷകർ എന്ന് പറഞ്ഞാൽ സ്റ്റേജ് കെട്ടി വയലറിയുന്നവരെന്ന് മാത്രം മനസ്സിലാക്കരുത്. എല്ലാ ഉപദേശികളും ആ ഉപദേശം അവരുടെ ജീവിതത്തിലേക്ക് വരുന്നില്ലെങ്കിൽ തീയിൻ്റെ കത്രികകളും ഉപകരണങ്ങളും കത്തി ഉപയോഗിച്ച് ചുണ്ട് ചെത്തുകയും നാക്ക് കഷ്ണിച്ചെടുക്കുകയും ചെയ്യുന്നവരായി അവർ പ്രത്യക്ഷരാകുമെന്ന് പുണ്യപൂമാൻ മുഹമ്മദുർ റസൂലുള്ളാഹി നമ്മളെ പഠിപ്പിക്കുകയാണ്. മിഅ്റാജ് മനുഷ്യനെ എല്ലാ അർത്ഥത്തിലും ആത്മീകമായി പുരോഗതി നൽകാനുള്ളതാണ്, നിസ്കാരം മുതൽ മറ്റെല്ലാ സംഗതികളും. അതുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കാൻ, റജബിന്റെ വിശുദ്ധിയിൽ പടച്ച റബ്ബിലേക്ക് പാപമോചനം നേടി എത്തിച്ചേരാൻ, യുക്തിവാദം തലക്ക് പിടിച്ചിട്ട് ഓരോ ദീനീ ആത്മിക സംഭവങ്ങളെയും എതിർത്തുകൊണ്ടിരിക്കുന്ന ചില മഠയന്മാരുടെ കെണിവലകളിൽ നിന്ന് രക്ഷപ്പെടാൻ പടച്ച റബ്ബിലേക്ക് അടുക്കുക. ഒരൊറ്റ യുക്തിവാദിക്കും, ദീൻ വിട്ടവനും. അള്ളാഹു ഇല്ല എന്ന് ബോധ്യപ്പെട്ടത് കൊണ്ടാണോ നീ ദീൻ വിട്ടത് എന്ന് ചോദിച്ചാൽ അതേന്ന് പറയാനോ അത് തെളിയിക്കാനോ ധൈര്യമില്ല ആർക്ക്. ഒരൊറ്റ യുക്തിവാദിക്കും, റിച്ചാർഡ് ഡോക്കിൻസ് മുതൽ രവിചന്ദ്രൻ സി വരെയുള്ള എല്ലാവർക്കും. പിന്നല്ല നമ്മുടെ നാട്ടിലെ 7ാം കൂലി യുക്തിവാദികൾ.
ദൈവമില്ലെന്ന് നിങ്ങൾ ഈ പറയുന്ന സയന്റിഫിക് എവിഡൻസ് കൊണ്ട് നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഇല്ലേ ഇല്ല. പിന്നെ എന്തിനാ നിങ്ങൾ യുക്തിവാദം? എന്തിനാ പിന്നെ നിങ്ങൾ ഇസ്ലാം വിട്ടത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബീവിനെ കല്യാണം കഴിച്ചില്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിറാജ് പോയില്ലേ? അതിന് പ്രകൃതി വിരുദ്ധമാണ് മുഅ്ജിസത്ത്. പ്രകൃതിക്ക് അനുകൂലമാകുന്ന നിയമങ്ങൾ എല്ലാവർക്കും ചെയ്യാവുന്നതും എപ്പോഴും സംഭവിക്കുന്നതുമാണ്. മുഅ്ജിസത്ത് അതിന് വിരുദ്ധമാണ്. അപ്പോൾ ഒരു 150-200 കിലോ ഉള്ള പോത്തും കൂടെ പാറേ എന്ന് ചോദിച്ചിട്ട് മാനം കെടാൻ നിൽക്കരുത്, സ്വയം പോത്തായി മാറരുത്. അള്ളാഹു നമ്മുടെ ഈമാൻ സംരക്ഷിക്കുമാറാവട്ടെ. ഹബീബായ നബിതങ്ങളെ പൂർണ്ണമായി ഉൾക്കൊള്ളാൻ, പരിശുദ്ധ ഇസ്ലാമിൻ്റെ ഓരോ ദർശനങ്ങളും സമ്പൂർണ്ണമായി അംഗീകരിക്കാൻ, അതുവഴി ജീവിതം ക്രമീകരിക്കാൻ, നല്ലവരായി ജീവിക്കാൻ, നല്ലവരോടൊപ്പം ഒരുമിച്ച് കൂടാൻ, നല്ലവരായി തന്നെ മരണപ്പെടാൻ പടച്ച റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ.